ചലച്ചിത്രോത്സവം എന്ന നിലയിൽ മാത്രമല്ല, പുതിയ ഫാഷൻ ട്രെൻഡുകൾക്കും വ്യത്യസ്തമായ വസ്ത്ര പരീക്ഷണങ്ങൾക്കും പേരുകേട്ട വേദി കൂടിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ലോകോത്തര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ഇവിടുത്തെ റെഡ് കാർപ്പറ്റിൽ തങ്ങളുടെ ശരീരഭംഗി കൂടി പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയായിട്ടാണ് ചലച്ചിത്ര പ്രവർത്തകർ ഈ ചലച്ചിത്രമേളയെ കാണുന്നത്. പലപ്പോഴും കാൻ ചലച്ചിത്രമേളയിലും ഗ്രാമി അവാർഡ് ദാന ചടങ്ങിനും ഓസ്കാർ പുരസ്കാര ചടങ്ങിനും ഒക്കെ എത്തുന്ന നടന്മാരും ധരിക്കുന്ന വസ്ത്രങ്ങൾ വലിയ വിവാദത്തിന് കാരണമാകാറുണ്ട്. റെഡ് കാർപ്പറ്റിൽ ശരീരം മുഴുവനും കാണുന്ന സുതാര്യമായതും സഭ്യമല്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിച്ച് പലരും എത്തിയ ചരിത്രമുണ്ട്. ആഗോള മാധ്യമങ്ങൾ ഒത്തുകൂടുന്ന വേദി കൂടിയാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. അതിനാൽ വ്യത്യസ്തമായ ഫാഷൻ പരീക്ഷണങ്ങളിലൂടെ ലോകശ്രദ്ധയിൽ എത്താനാണ് ഇക്കൂട്ടരുടെ ശ്രമം. ഇപ്പോഴിതാ നഗ്നതാ പ്രദർശനം മൂലമുള്ള വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ അധികൃതർ. ഇനി മുതൽ ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റിൽ നഗ്നതാ പ്രദർശനവും ഓവർ സൈസ്ഡ് വസ്ത്രങ്ങളും അനുവദിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഫെസ്റ്റിവൽ അധികൃതർ പുറപ്പെടുവിച്ചു. 2022 നടന്ന മാറുമറയ്ക്കാതെയുള്ള പ്രതിഷേധം, ഗ്രാമി അവാർഡ് ദാന ചടങ്ങിലെ സുതാര്യമായ വസ്ത്രധാരണം എന്നിവ ഉൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വസ്ത്രധാരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ചലച്ചിത്രോത്സവത്തിന്റെ മാനദണ്ഡങ്ങൾക്കും ഫ്രഞ്ച് നിയമങ്ങൾക്കും അനുസൃതമായി കർശനമായി നടപ്പാക്കുകയാണെന്നും ഫെസ്റ്റിവൽ വിശദീകരിച്ചു. ഫാഷൻ പരീക്ഷണങ്ങൾ വിലക്കാനല്ല തങ്ങൾ ശ്രമിക്കുന്നതെന്നും നഗ്നതാ പ്രദർശനം ഒഴിവാക്കുക എന്നതാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ അധികൃതർ അറിയിച്ചു. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും സംഘാടകർ ചൂണ്ടിക്കാട്ടി. പരിഷ്കരിച്ച ചാർട്ടർ പ്രകാരം ഫെസ്റ്റിവൽ വേദിയിലൂടെയുള്ള സഞ്ചാരം തടസ്സപ്പെടുന്നതോ ഇരിപ്പിടങ്ങളുടെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് പ്രവേശനം നിഷേധിക്കാൻ ഫെസ്റ്റിവലിന് അധികാരമുണ്ടാകും. നിയമങ്ങൾ കടുപ്പിക്കാൻ ഫെസ്റ്റിവൽ അധികൃതരെ പ്രേരിപ്പിച്ചത് വിവാദമായ ചില പഴയ സംഭവങ്ങളാണ്. അടുത്തിടെ ഗ്രാമി അവാർഡ് ദാന ചടങ്ങിന്റെ റെഡ് കാർപ്പറ്റിൽ മോഡൽ ബയാങ്ക സെൻസോറി സുതാര്യമായ വസ്ത്രം ധരിച്ചെത്തിയത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. പൂർണ്ണ നഗ്നയെന്ന് തോന്നിപ്പിക്കുന്ന വിധം നെറ്റ് കൊണ്ടുള്ള വസ്ത്രമാണ് ബയാങ്ക ധരിച്ചത്. ഇതിനു പുറമെ 2022 യുക്രൈനെ അനുകൂലിച്ച് ഒരു സ്ത്രീ മാറുമറയ്ക്കാതെ ശരീരത്തിൽ യുക്രൈൻ പതാകയുടെ പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ചതും വലിയ വിവാദമായിരുന്നു. ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായും കാനിൽ നഗ്നതാ പ്രദർശനം നിരോധിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ പച്ച ഇറച്ചി കൊണ്ട് തുന്നിയ വസ്ത്രം ധരിച്ച് അമേരിക്കൻ ഗായിക ലേഡി ഗാഗ ഒരു അവാർഡ് ദാന ചടങ്ങിൽ എത്തിയതും വലിയ വിവാദമായിരുന്നു. മൃഗസംരക്ഷകർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഓവർ സൈസ്ഡ് വസ്ത്രങ്ങളും കാനിൽ നിരോധിച്ചിട്ടുണ്ട്. ഇത്തരം വസ്ത്രങ്ങൾ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയേക്കാമെന്ന നിഗമനത്തിലാണ് ഈ തീരുമാനം. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവരെ ചടങ്ങിലോ റെഡ് കാർപ്പറ്റിലോ പ്രവേശിപ്പിക്കില്ല. ഫെസ്റ്റിവൽ വേദിയിൽ സുഗമമായ സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതും ഇരിപ്പിടങ്ങളുടെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ വസ്ത്രങ്ങൾക്കും കർശന വിലക്കുണ്ട്. എന്തായാലും കാൻ ഫെസ്റ്റിവൽ അധികൃതരുടെ ഈ തീരുമാനത്തെ ചലച്ചിത്ര പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കാൻ അതിന്റെ പാരമ്പര്യമായ ഉന്നതത്വവും പ്രൗഢിയും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഫാഷൻ സ്വാതന്ത്ര്യത്തെ മര്യാദയോടെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലും നിയന്ത്രിക്കേണ്ടി വരുമെന്നുമാണ് സംഘാടകർ വിശദീകരിക്കുന്നത്. അതേസമയം ഇക്കുറി മെയ് 13 മുതൽ 24 വരെയാണ് കാൻ ചലച്ചിത്രമേള നടക്കുന്നത്. ഇന്ത്യക്കാരിയായ സംവിധായിക പായൽ കപാഡിയ ഇത്തവണ കാൻ ചലച്ചിത്രമേളയിലെ ജൂറി അംഗമാണ്.